Good afternoon, my dear students. Today, our topic is exotic option. The another name of exotic option is non-generic options. That we all know, a number of options have been emerged in recent years, isn't it? So sometimes it is very difficult to understand their structure. You should have very confused about different types of strategies, what it is bearish strategy and what it is bullish strategy, what is natural strategy. It will be so much confusing to you for claiming the usual features of those options. So many of these options have unusual features ഉണ്ട്. That is why unusual features options are called exotic. And I will explain you about the exotic options. Some of the exotic options are they solve particular business problems that an ordinary option cannot. Because it is really exotic options is something more or something peculiar, unusual. Now, so exotic options solve particular business problems that an ordinary option cannot. They are constructed ordinary options in minor ways. And one among the exotic option is Asian option. What is Asian option? Asian options are options in which the underlying variable is the average price over a period of time. ഏഷ്യൻ ഓപ്ഷനിൽ പേ ഓഫിൻ്റെ എക്സ്പയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ സ്ട്രൈക്ക് പ്രൈസ് ആൻഡ് ദ ആവറേജ് പ്രൈസ്. അതായത് പേ ഓഫിൻ്റെ എക്സ്പയറി വിൽ ബി സ്ട്രൈക്ക് പ്രൈസും ആവറേജും തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും. സോ ഓവർ ദ ലൈഫ് ഓഫ് ദ ഓപ്ഷൻസ് ദേ ആർ ഓൾസോ കോൾഡ് ആൻ ആവറേജ് ഓപ്ഷൻസ്. അതെന്താ കാരണം? ഏഷ്യൻ ഓപ്ഷൻസ് ഹാവ് എ ലോവർ വൊളാറ്റിലിറ്റി ഉള്ള ലോവർ സ്റ്റോക്ക് മൂവ്മെൻ്റ് ഉള്ള തരം ഓപ്ഷനുകളാണ് എന്ത് ഏഷ്യൻ ഓപ്ഷൻസ്. സോ ചീപ്പറാണ് കമ്പയറിങ് ടു ദ യൂറോപ്യൻ കൗണ്ടർ പാർട്സ്. സോ അതുകൊണ്ടാണ് നമുക്ക് അണ്ടർലൈൻ വേരിയബിളിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ആവറേജ് പ്രൈസ് ഓവർ ദ പീരീഡ് ഓഫ് ടൈം എന്ന് പറയുന്നത്. കമ്പാരിറ്റീവ്ലി ചീപ്പർ ഓപ്ഷൻസ് ആണ് ഇത്. So it will be equal to the difference between strike price and the average price. Payoff at expiry എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it will be equal to difference between the strike price and the average price. അതുകൊണ്ട് തന്നെ ഏഷ്യൻ ഓപ്ഷൻസിൻ്റെ മറ്റൊരു പേരാണ് ആവറേജ് ഓപ്ഷൻസ്. സോ നെക്സ്റ്റ് നമ്മളുടെ എക്സോട്ടിക് ഓപ്ഷനിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഓപ്ഷനാണ് ബാരിയർ ഓപ്ഷൻ. എന്താണ് ബാരിയർ ഓപ്ഷൻ? A barrier option will be activated അല്ലെങ്കിൽ deactivated at a pre-specified price in reach. ഒരു pre-specified ആയിട്ടുള്ള ഒരു പ്രൈസ് ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. സോ അത് ആക്ടിവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡീആക്ടിവേറ്റ് ചെയ്യുക ഈ ഓപ്ഷൻ എന്നുള്ളത് അത് നേരത്തെ കൂട്ടി നമുക്ക് സ്പെസിഫൈ ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. സോ ഇത് റിയലി എക്സോട്ടിക് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ടു ദ ബിസിനസ് മാൻ ആണ്. ബിസിനസ് ഓപ്ഷൻസ് കൈകാര്യം ചെയ്യുന്നവർക്ക് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ സൗകര്യങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ ഫീച്ചേഴ്സ് ഉള്ള ഓപ്ഷനുകളാണ് എന്ത് എക്സോട്ടിക് ഓപ്ഷൻ അല്ലേ. അപ്പോൾ ബാരിയർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഓപ്ഷൻ അവർക്ക് കിട്ടുന്നുണ്ട്. ദാറ്റ് ഈസ് ആക്ടിവേറ്റഡ് അല്ലെങ്കിൽ ഡീആക്ടിവേറ്റ് ചെയ്യാം വെൻ എ പ്രീ സ്പെസിഫൈഡ് പ്രൈസ് ഈസ് റീച്ച്. ഒരു പ്രീ സ്പെസിഫൈഡ് മുമ്പേ കൂട്ടി നിശ്ചയിച്ച പ്രകാരം പ്രൈസിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ അവർക്ക് എന്തിൽ നിന്ന് മാറാവുന്നതാണ്? ബാരിയർ ഓപ്ഷനിൽ നിന്നും മാറാവുന്നതാണ്. The pay of a barrier option depends on whether the underlying assets prices reaches a certain level during the specified period of time. So this means that in a barrier option, after deciding on the strike price, another price is identified and is agreed as barrier. If the stock price reaches that level, the option holder will lose all the claims confirmed on him by the options and at the moment of the option will go dead. This type of barrier option is called a knockout option. So ബാരിയർ ഓപ്ഷനിൽ തന്നെ നമ്മളൊരു സ്ട്രൈക്ക് പ്രൈസ് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അനദർ പ്രൈസ് ഈസ് ഐഡൻറ്റിഫൈഡ് ആൻഡ് അഗ്രീഡ് ആസ് ബാരിയർ. സോ സ്റ്റോക്ക് പ്രൈസ് റീച്ചസ് എപ്പോഴാണോ ലെവൽ അച്ചീവ് ചെയ്യുന്നത് ഓപ്ഷൻ ഹോൾഡർ വിൽ ലോസ് ഓൾ ദ ക്ലെയിംസ് കൺഫേർഡ് ഓൺ ഹിം ആൻഡ് അറ്റ് ദ മൊമെന്റ് ദ ഓപ്ഷൻ വിൽ ഗോ ഡെഡ്. സോ ഈ ടൈപ്പ് ഓഫ് ബാരിയർ ഓപ്ഷൻസിന് നമുക്ക് എന്തും കൂടി വിളിക്കാം? നോക്ക് ഔട്ട് ഓപ്ഷൻ എന്ന് വിളിക്കാൻ സാധിക്കും. So here the option comes to life only if the asset prices reaches or touches the barrier life.
സോ ഇവിടെ എപ്പോഴാണ് ഈ ഓപ്ഷന് ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴാണ് അസറ്റ് പ്രൈസ് ബാരിയർ ലെവലിനെ ടച്ച് ചെയ്യുക, അപ്പോഴാണ് ഇതിന് നോക്ക് ഇൻ ഓപ്ഷൻ എന്ന് പറയുക. മനസ്സിലായോ? അല്ലെങ്കിൽ എപ്പോഴാണ് ഓപ്ഷൻ ഹോൾഡേഴ്സിന് ആ ക്ലെയിംസ് നഷ്ടപ്പെടുന്നത്, ദാറ്റ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഓപ്ഷൻ വിൽ ഗോ ഡെഡ്. അതാണ് നോക്ക് ഔട്ട് ഓപ്ഷൻ. സോ ബാരിയർ ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നോക്ക് ഇൻ ഓപ്ഷനും നോക്ക് ഔട്ട് ഓപ്ഷനും വരുന്നത്. ദാറ്റ് ഈസ് ആക്ടിവേറ്റഡ് ആൻഡ് ഡീആക്ടിവേറ്റഡ് വെൻ എ പ്രീ സ്പെസിഫൈഡ് പ്രൈസ് ഈസ് റീച്ച്ഡ് എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ബൈനറി ഓപ്ഷനാണ്. എന്താണ് ബൈനറി ഓപ്ഷൻ? Binary options provide a fixed payoff depending on the fulfillment of some condition. For example, a binary put option may pay off 100 if the stock price at maturity is less than the exercise price. These are also known as digital option. The payoff of a binary option provides a fixed payoff. ഒരു fixed payoff ആണ് depending on the fulfillment of some conditions. For example, a binary put option may pay off 100 if the stock price at the maturity is less than the exercise price. So, ഇതിന് ഓൾറെഡി നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് എന്ത്? ഡിജിറ്റൽ ഓപ്ഷൻസ് എന്ന്. ഓക്കെ. ആൻഡ് ലുക്ക് ബാക്ക് ഓപ്ഷൻ. എന്താണ് ലുക്ക് ബാക്ക് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പേ ഓഫ് എ ലുക്ക് ബാക്ക് ഓപ്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദ മാക്സിമം ഓർ മിനിമം പ്രൈസ് ഓഫ് ദ അണ്ടർലൈയിങ് അസറ്റ് ഡ്യൂറിങ് ദ ലൈഫ് ഓഫ് ദ ഓപ്ഷൻ. ഇപ്പോൾ ലുക്ക് ബാക്ക് ഓപ്ഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മാക്സിമം അല്ലെങ്കിൽ മിനിമം പ്രൈസ് ഓഫ് ദ അണ്ടർലൈയിങ് അസറ്റ്സിൻ്റെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഓപ്ഷൻ്റെ ട്രേഡിംഗ് ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ, the payoff of a look back call option may be equal to the maximum stock price during the life of the option minus the exercise price. സോ ഇവിടെ ലുക്ക് ബാക്ക് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ലുക്ക് ബാക്ക് കോൾ ഓപ്ഷനാണ് എടുത്തിരുന്നതെങ്കിൽ അതിൻ്റെ പേ ഓഫ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണോ മാക്സിമം സ്റ്റോക്ക് പ്രൈസ് ഡ്യൂറിങ് ദ ലൈഫ് ഓഫ് ദ ഓപ്ഷൻ മൈനസ് എക്സസൈസ് പ്രൈസ് ആയിരിക്കും. ക്ലിയർ? സോ payoff of a look back option depends on the maximum or minimum price of the underlying asset during the life. entire life അല്ലെങ്കിൽ ഓപ്ഷൻ്റെ ടോട്ടൽ ലൈഫാണ് നമ്മൾ എവിടെ എടുക്കുന്നത്? ലുക്ക് ബാക്ക് ഓപ്ഷനിലെ പേ ഓഫ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഡിപ്പെൻഡ് അപ്പോൺ ദ മാക്സിമം ഓർ മിനിമം പ്രൈസ്. ദെൻ വാട്ട് ഈസ് ഷൗട്ട് ഓപ്ഷൻ? എന്തിനെയാണ് നമ്മൾ ഷൗട്ട് ഓപ്ഷൻ എന്ന് വിളിക്കുന്നത്? ആൻഡ് ലുക്ക് ബാക്ക് ഓപ്ഷൻ്റെ മറ്റൊരു പേര് ഹിൻസൈറ്റ് ഓപ്ഷൻ എന്നും കൂടി ഉണ്ട് കേട്ടോ. സോ ലുക്ക് ബാക്ക് ഓപ്ഷൻ അലൗസ് ദ ഹോൾഡർ ദ അഡ്വാൻറ്റേജ് ഓഫ് നോയിങ് ഹിസ്റ്ററി വെൻ ഡിറ്റർമൈനിങ് വെൻ ടു എക്സസൈസ് ദെയർ ഓപ്ഷൻ. സോ ദിസ് ടൈപ്പ് ഓഫ് ഓപ്ഷൻ റെഡ്യൂസസ് ദ അൺസർട്ടൈനിറ്റീസ് associated with the timing of the market entry and reduces the chances the option will expire worthlessly. And look back options are also expensive. So these advantages come at a cost. So ഇത്രയും അഡ്വാൻറ്റേജസ് അവർ തരുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് അവരുടെ കോസ്റ്റും കൂടുതലായിരിക്കും. ദെൻ അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലുക്ക് ബാക്ക് ഓപ്ഷനാണ്. ദ പേ ഓഫ് എ ലുക്ക് ബാക്ക് ഓപ്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദ maximum or minimum price of the underlying asset during the life of the option. For example, the payoff of a look back call option may be equal to the maximum stock price during the life of the option minus the exercise price. Then അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷൗട്ട് ഓപ്ഷൻ ആണ്. ഷൗട്ട് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതൊരു എക്സോട്ടിക് ഓപ്ഷൻ ഓഫ് യൂറോപ്യൻ ഓപ്ഷൻ നേച്ചർ ആണ്, അണ്ടർ വിച്ച് ദ holder can shout to the writer at one time during its life. At the end of the life of the option holder receives either the usual pay off from an European option or the intrinsic value at the time of the shout, whichever is greater. സോ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഷൗട്ട് ഓപ്ഷൻ ആണ്. എന്താണ് ഷൗട്ട് ഓപ്ഷൻ പറഞ്ഞാൽ? എ ഷൗട്ട് ഓപ്ഷൻ ഈസ് ആൻ എക്സോട്ടിക് ഓപ്ഷൻ കോൺട്രാക്റ്റ് ആണ്. ഇവിടെ ഹോൾഡർക്ക് ഒരു പ്രിവിലേജ് ഉണ്ട് ദാറ്റ് ടു ലോക്ക് ഇൻ ഇൻട്രൻസിക് വാല്യൂ അറ്റ് ഡിഫൈൻഡ് ഇൻ്റർവെൽസ്. മുമ്പേ പ്രീ സ്പെസിഫൈഡ് ചെയ്ത ഇൻ്റർവെൽസിൽ വൈൽ മെയിൻറ്റെയിനിങ് ദ റൈറ്റ് ടു കണ്ടിന്യൂയിങ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഗെയിംസ് വിത്തൗട്ട് എ ലോസ്. ഗെയിൻ അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അത് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ ദ ഓപ്ഷൻ ബയറിന് എന്ത് ചെയ്യാം? ദേ ക്യാൻ ഷൗട്ട് അറ്റ് ദ ഓപ്ഷൻ റൈറ്റർ ടു ലോക്ക്
ലോക്ക് ഇൻ ദ ഗെയിനിൽ ട്രേഡിങ് ആ ഇൻ്റർവെൽ ടൈമിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് നമുക്ക് അങ്ങനെ ഒരു പ്രിവിലേജ് ഷൗട്ട് ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. സോ എറ്റ് ദ കോൺട്രാക്ട് സ്റ്റിൽ പക്ഷെ ഇവിടെ എന്താ പ്രത്യേകത, കോൺട്രാക്ട് സ്റ്റിൽ റിമെയിൻസ് ഓപ്പൺ തന്നെയായിരിക്കും. പക്ഷേ ആ ഒരു ഷൗട്ട് ഗ്യാരണ്ടീസ് എ മിനിമം ഓഫ് പ്രോഫിറ്റ് അല്ലേ, ആ പ്രോഫിറ്റ് നമുക്ക് എന്തായാലും അത്ര ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു എന്താ പറയുക ക്രീമി പ്രോഫിറ്റ് കിട്ടുന്ന ഒരു ടൈമിലായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, ഓപ്ഷൻ ബയർ ഷൗട്ട് ചെയ്തിട്ട് സെല്ലറിനോട് ലോക്ക് ചെയ്യാൻ പറയുന്നുണ്ടാവുക. സോ ദിസ് ഷൗട്ട് ഗ്യാരണ്ടീസ് എ മിനിമം ഓഫ് പ്രോഫിറ്റ്. സോ ഈവൻ ഇഫ് ദ ഇൻട്രിൻസിക് വാല്യൂ ഡിക്രീസ് ചെയ്താലും അവർക്ക് അത്രയും ഗെയിൻ അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും. സോ ഇഫ് ദ ഓപ്ഷൻ ഇൻക്രീസസ് ഇൻ വാല്യൂ ആഫ്റ്റർ if the option increases in the value after the ഷൗട്ടിന് ശേഷമാണ് ഓപ്ഷൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ദ ഓപ്ഷൻ ബയർ ക്യാൻ സ്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ഇൻ ദാറ്റ്. ഓപ്ഷൻ ബയർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഇപ്പോഴും അവർക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് സാധിക്കുന്നതാണ്. അതിനെയാണ് അങ്ങനെയുള്ള ഒരു എക്സോട്ടിക് ഓപ്ഷനെയാണ് നമ്മൾ ഷൗട്ട് ഓപ്ഷൻ എന്ന് പറയുന്നത്. സോ ഞാൻ ഒന്നും കൂടി പറയാം, എക്സോട്ടിക് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു പേര് നോൺ ജനറിക് ഓപ്ഷൻസ് ആണ്. റീസെൻ്റ്ലി ഡെവലപ്പ് ചെയ്ത ഓപ്ഷനുകളാണ് നമ്മൾ അത് വിളിക്കുന്നത്. അൺയൂഷ്വൽ ഫീച്ചേഴ്സ് ഉള്ള ഓപ്ഷനുകളാണ് ഇവർ. ദാറ്റ് ഈസ് വൈ അവർ എക്സോട്ടിക് ഓപ്ഷൻ എന്ന് വിളിക്കുന്നു. സം ഓഫ് ദ എക്സോട്ടിക് ഓപ്ഷൻസ് ആർ ഏഷ്യൻ ഓപ്ഷൻ, ദെൻ ബാരിയർ ഓപ്ഷൻ, ദെൻ ബൈനറി ഓപ്ഷൻ, ദെൻ ലുക്ക് ബാക്ക് ഓപ്ഷൻ ആൻഡ് ഷൗട്ട് ഓപ്ഷൻ. എന്താണ് ഏഷ്യൻ ഓപ്ഷൻ? ഏഷ്യൻ ഓപ്ഷനിൽ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് പ്രൈസ് ഓഫ് ദ അണ്ടർലൈയിങ് അസറ്റ് ഓവർ ലൈഫ് ഓഫ് ദ ഓപ്ഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഇരിക്കുന്ന മറ്റൊരു പേരാണ് ആവറേജ് ഓപ്ഷൻസ് എന്നും. ബാരിയർ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നോക്ക് ഇൻ ഓപ്ഷനും നോക്ക് ഔട്ട് ഓപ്ഷനും ഉണ്ടാവും. ആൻഡ് ഓപ്ഷൻ കംസ് ടു ലൈഫ് ഓൺലി ഇഫ് ദ അസറ്റ് പ്രൈസ് റീച്ചസ് ഓർ ടച്ചസ് ദ ബാരിയർ ലെവൽ. അതാണ് ബാരിയർ ഓപ്ഷൻ. ദെൻ ബൈനറി ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിക്സഡ് പേ ഓഫ് ഉണ്ടാവും ഡിപ്പെൻഡിങ് ഓൺ സം ഫുൾഫിൽമെന്റ് കണ്ടീഷൻ. ആൻഡ് ഷൗട്ട് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ യൂറോപ്യൻ ഓപ്ഷൻ നേച്ചർ under which the holder അല്ലെങ്കിൽ buyer can shout to the writer at one time during its life. So this is all about the exotic non-generic options. So please go through the video. If you have any doubts and queries, you can ask me through our WhatsApp group. Okay, thank you all.